അലി, ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്, നല്ല സിനിമ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആധുനിക കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ പുതിയ കൂട്ടുകെട്ടുകൾ, പുതിയ സിനിമ, പുതിയ സംവിധായകർ, പുതിയ തരത്തിലുള്ള ഓഡിയൻസ്, ഇങ്ങനെ മാറ്റപ്പെട്ട ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഞാൻ. ആ സമയത്താണ് മിഥുൻ മാനുവൽ ഇതായിട്ട് വരുന്നതിൻ്റെ അടുത്ത്. കഥ കേട്ടപ്പോൾ തന്നെ അതിനകത്തുള്ള സ്പാർക്ക്. അതിനുശേഷം ഈ സിനിമയുടെ ആദ്യത്തെ ലുക്ക് പുറത്തു വിട്ടപ്പോൾ തന്നെ ഒരുപാട് അപ്രീസിയേഷനാണ് എല്ലായിടത്തും വന്ന്. അതിനുശേഷം ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ, പല പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ എല്ലാത്തിനും ഒരേപോലെ സ്വീകാര്യത കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ട്രailer കൂടി വന്നതോടുകൂടി ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക്, മറ്റേ സ്ഥിരമായിട്ടുള്ള കുടുംബ പ്രേക്ഷകരിൽ മാറി യങ്സ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പും ജയറാമേട്ട ഫസ്റ്റ് ഡേ പടം ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം അതിനകത്തൊരു ഡെവിൾസ് ഓൾട്ടർനേറ്റ് എന്നൊരു ശബ്ദം വന്നു. ആ ശബ്ദവും കൂടി കേട്ടോടുകൂടി പുതിയ ജനറേഷൻ പിള്ളേർ എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് എത്തി. ഇപ്പോൾ ഉള്ള സന്തോഷം തിരിച്ചും എൻ്റെ പഴയ ഓഡിയൻസ്, 10-35 വർഷമായിട്ട് ജയറാമിൻ്റെ സിനിമകൾ കാണുന്ന അത്രയും ഓഡിയൻസും പെണ്ണുങ്ങളും കുട്ടികളും അമ്മമാരെയും എല്ലാം തിയേറ്ററിൽ തിരിച്ച് ഇടിച്ചു കയറി വരുന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഓടി വരുന്നത്. അല്ല, ഇന്നലെ ഞാൻ ജയറാമേട്ടൻ തിയേറ്റർ വിസിറ്റ് ഉണ്ട്. ജയറാമേട്ടൻ മാറി നിന്ന് കയറുമ്പോൾ ആ ഫാമിലിയുടെ ചിരിയും ആ സങ്കടവും കണ്ണ് നിറയുന്നത് എനിക്ക് കാണാൻ പറ്റും. തൃപ്പൂണിത്തുറ തിയേറ്ററിൽ ഇന്നും വിസിറ്റിന് പോയാണ്. ഈ പറഞ്ഞ പോലെ ഈ ഫാമിലി ജയറാമേട്ടൻ അത്രമാത്രം ഇഷ്ടപ്പെടുകയാണ്. അതിപ്പോൾ തലമുറയെ അതേ വലിയ ഏറ്റെടുത്തിരിക്കുകയാണ് ജയറാമേട്ടൻ്റെ. അത് വലിയൊരു ഭാഗ്യവാൻ തന്നെയല്ലേ താങ്കൾ? അയ്യോ, ഭയങ്കര ഭാഗ്യമാണല്ലേ. അതിനൊക്കെ എന്താ പറയുക, ദൈവത്തോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു സിനിമയായിട്ട് വരുന്നത്. 3-4 വർഷം ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊരു വരവ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ്, വീണുപോയി കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് തിരിച്ചും അതേപോലെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ പോയിട്ട് വരുന്നത് 80% സ്ത്രീകളാണ് ഫുള്ളായിട്ട്. അവരൊക്കെ തിരിച്ചും തിയേറ്ററിലേക്ക് വന്നതിലുള്ള സന്തോഷം അങ്ങറ്റമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിച്ചു എന്നൊരു വലിയ ഹൈലൈറ്റ് ആണ്. ഈ പറഞ്ഞ ശബ്ദത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. പിന്നീട് ആളുകൾ ഇങ്ങനെ പല രീതിക്ക്, ജയറാമേട്ടൻ ഇത് പറയാനും പറ്റില്ല, ഇന്റർവ്യൂവിന് മുമ്പ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ പലതും. മമ്മൂക്കയുടെ ശബ്ദം തിരിച്ചറിയുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യ മുഴുവല്ല, ലോകത്ത് എവിടെ പോലും തിരിച്ചറിയും ആ ശബ്ദം തിരിച്ചറിയും. പിന്നെ അത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിലും പറഞ്ഞു, മമ്മൂക്കായും പറഞ്ഞു, ജയറാമേട്ടനും പറഞ്ഞു, എന്നോടുള്ള സ്നേഹം, എന്നോടുള്ള അടുപ്പം മമ്മൂക്ക വന്ന് അഭിനയിക്കുന്നു. ആ മമ്മൂക്ക വന്നിട്ട് ഒരു 10-20 മിനിറ്റോ ഉള്ളെങ്കിലും അതൊരു തകർപ്പനാക്കിയിട്ട് അങ്ങ് പോവുകയാണ്. അതായത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും. മമ്മൂക്കൊന്നും അധികം വേണ്ട, അതാണ് സ്ക്രീൻ പ്രസൻസ്. നമ്മളൊക്കെ 1 മണിക്കൂർ സ്ക്രീൻ പ്രസൻസ് വരുന്നില്ല, നമുക്കൊന്നും ഒരു ഷോട്ടിൽ വന്നാൽ മതി. അതെ, അതൊക്കെ ഭയങ്കരമാണ്. അത് ഈ മമ്മൂക്ക, ലാൽ സാറ്, അല്ലെങ്കിൽ ഒരു മറ്റു ഭാഷകളുടെ എടുത്ത ചില ആൾ, എല്ലാവർക്കും അതാണ് ചില ലെജൻസ് എന്ന് പറയുന്നത്. അത് അവർക്ക് മാത്രം കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രസൻസ് അങ്ങോട്ട് ഞാൻ അതിനു മുമ്പ് അതാ പറഞ്ഞത്, തിയേറ്ററിൽ വെട്ടിക്കുന്നത്. എപ്പം മമ്മൂക്ക കാണുമ്പോ പട്ടക്കോന്ന് വെട്ടിക്കും. അങ്ങനെ തന്നെ സംഭവിച്ച തിയേറ്ററിൽ സീറ്റിലിരുന്ന് അത് കാണുന്നത് വളരെ ചുരുക്കം പേരുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒന്ന് എണീക്കും. അതെ. ജയറാമേട്ടൻ, എനിക്ക് ജയറാമേട്ടനുള്ള ഏറ്റവും ഇഷ്ടവും ജയറാമേട്ടൻ്റെ ഈ എളിമയാണ്. അല്ല, ഞാൻ പല ആൾക്കാരുമായിട്ട്, എത്രയോ ആൾക്കാരുമായിട്ട്, എനിക്ക് 2 പേരാണ് എളിമയിലെ കാര്യത്തിൽ. ഒന്ന് ജയറാമേട്ടൻ, ഒന്ന് ഇന്ദ്രൻ സാർ. ജയറാമേട്ടൻ അന്നും ഇന്നും ആ എളിമയിൽ തന്നെ നിൽക്കുകയാണ്. ഇത് ഒരു ഐഡന്റിറ്റി ആയി മാറിയിരിക്കുകയാണ്. അതെന്തോ അലി, അങ്ങനെയാണ്. എനിക്കതിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയത്. എപ്പോഴും എനിക്ക് ഈ ചിരി, ഈ തമാശ, ഇതെങ്ങനെ ആയിപ്പോയത്. എൻ്റെ ജീവിതമേ അങ്ങനെയാണ്. ഇനി എനിക്ക് മാറ്റിയൊരു വേറെ മുഖം വെക്കാനും പറ്റില്ല. അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ ആകാനും പറ്റില്ല. ആകാൻ പറ്റില്ല. ഞാൻ എത്ര ട്രൈ ചെയ്താലും വളരെ ഇങ്ങനെ എന്നിട്ട് പറയൂ അലി എന്ന് എനിക്ക് എന്നെ കൂടെ പറയാൻ പറ്റില്ല. അതങ്ങനെ ആയിപ്പോയി. അത് ശരിയാണ്. 2024 വലിയ ഭാഗ്യമുള്ള വർഷമാണ്. മരുമകനും മരുമകളും വരുന്നു, സിനിമ ഹിറ്റാവുന്നു അല്ലേ? ആ ഒരു ഭാഗ്യം എങ്ങനെയാണ്? അതല്ലേ അലി ഇതിനേക്കാളൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല, സംഭവിച്ചു പോകുന്നതാണ് ജീവിതത്തിൽ. ലാൽ സാറൊക്കെ പറയുന്ന പോലെ, സംഭവിക്കുന്നതാണെന്ന് പറയുന്ന പോലെ എനിക്കൊരു മരുമോൻ വന്നത് എല്ലാം തന്നെ, അതൊക്കെ തന്നെ ഏറ്റവും 2024 ഏറ്റവും വലിയ സന്തോഷം. 2 പേരുടെയും കല്യാണം തന്നെയാണ്. മോളുടെ മെയ്യിലാണ് കല്യാണം, മോൻ്റെ സെപ്റ്റംബറിലാണ്. അപ്പോൾ അലിയൊക്കെ വേണം 2 ദിവസം മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട്. അല്ല, എന്തായാലും ഇരിക്കില്ല. ഈ ഒരു ബ്രേക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് മനഃപൂർവ്വം എടുത്തതാണോ ജയറാമേട്ടൻ? മനഃപൂർവ്വം എടുത്താണ് അലി. കാരണം ഒരേ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങി എൻ്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു,
ബാക്കി ഭാഷകളുണ്ടല്ലോ, കുറേ ഭാഷകളിൽ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം ചിലവരെന്നിങ്ങനെ കളിയാക്കി പറയുന്ന പോലെ മറ്റ് ഭാഷകളിലൊക്കെ പോയിട്ട് ഈ സൈഡ് വേഷം അഭിനയിക്കാൻ നടക്കണമെന്ന് പറയും. എനിക്ക് അതിനകത്ത് ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം മറ്റ് ഭാഷകളിൽ ഒരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തമിഴിലും തെലുങ്കിലും, തമിഴിൽ ഞാൻ എത്രയോ വർഷമായിട്ട് അഭിനയിക്കുന്നതാണ്, 10-25 വർഷമായിട്ട് അഭിനയിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾക്കൊക്കെ പോയി ചെയ്യാറുണ്ട്. തെലുങ്കിലും കന്നഡത്തിലും ഒരേപോലെ അവർ ചുമ്മാ റോട്ടിൽ കൂടെ അന്നാ വന്നോളൂ, സൈഡ് റോളുണ്ട്, വന്ന് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നില്ല. അതെ, അവിടെ പടങ്ങൾ ഹിറ്റാവുക, വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ, വലിയ വലിയ അവിടുത്തെ ആക്ടേഴ്സിൻ്റെ കൂടെ 200-300 കോടിയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമാവുക, അതൊരു അക്സെപ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഞാനതിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അങ്ങനെ സിനിമകളുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടില്ലേ മലയാളം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീവിതം തന്ന എൻ്റെ അമ്മ വീട് പോലെയാണ്. അപ്പോൾ അവിടെ ഒരു സിനിമ തിരിച്ചും ഒരു നല്ല 3-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഹിറ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. അല്ല, തിരിച്ചു വരുമ്പോൾ ഒരു ഫാമിലി, ജയറാമിന് എപ്പോഴും ഫാമിലി സബ്ജക്റ്റുകളാണ് ഹിറ്റ് അടിച്ചാണ്, സത്യന്തികാണ്ട് ആ സബ്ജക്റ്റുകളൊക്കെ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അത്തരം ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിയാണ് ഇത് വരുന്നത്. അതെ, അവിടെ ജയറാമിന് ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു? ഇല്ല, അങ്കലാപ്പല്ല. മാറിയ കാലഘട്ടത്ത് വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള, ഒരു മെഡിക്കൽ ത്രില്ലർ ആയിട്ടുള്ള സിനിമ വന്നിട്ട് പോലും അവരെല്ലാം ഫാമിലി ഓഡിയൻസ് തിരിച്ചു. അതാണ് അത് വലിയൊരു പോയിന്റാണ്, വലിയ പോയിന്റാണ്. ജയറാമേട്ടനെ അങ്ങനെയല്ല ആളുകൾ കാണുന്നത്. ഇന്നിപ്പോ ഞങ്ങളിപ്പോ തിയേറ്ററിൽ പോയപ്പോ മോനെ എന്നുള്ള വിളിയൊക്കെ കേട്ട് പോകുമ്പോഴത്തേക്ക് 10-50-60 വയസ്സുണ്ട് അമ്മയ്ക്കൊക്കെ. എല്ലാരും കുടുംബസമേതാണ് വന്നിരിക്കുന്നത്. ഈ മിഥുൻ മാനുവലിന്റെ ഒരു മേക്കിംഗ് രീതിയും മേക്കിംഗ് ഉണ്ട്, മാജിക് അല്ലെ? ആ ഒരു മാജിക്കില് ലൊക്കേഷനിലൊക്കെ എങ്ങനെയാ? മിഥുൻ മാനുവൽ പെട്ടെന്ന് ചൂടാവുന്ന ഒരു വ്യക്തിയാണ്, എന്റെ കറിയിൽ പെട്ടെന്ന് ചൂടാവും. പക്ഷെ ആ ചൂട് എനിക്ക് തോന്നുന്നില്ല, അത് ആ ചൂട് ഒരു സെക്കൻഡ് നിൽക്കുന്ന ചൂടായിരിക്കും. അപ്പൊ തീർന്നു. ഇപ്പൊ ജയറാമേട്ടന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? മിഥുൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലൊരു ഹോസ്റ്റലർ വന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചത്, ഭയങ്കര ഹെവിയാണ്, ജയറാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്, നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അത് വേണ്ടാന്ന് വയ്ക്കും. എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു. സ്ഥിരമായിട്ട് ജയറാം ഇത്തരം വേഷങ്ങൾ ചെയ്തിട്ടില്ല. മുണ്ടും മുളച്ചു കുത്തിയുള്ള സാധാരണ ഒരു കുടുംബ നായകനായിട്ടാണ് ഒരുപാട് വർഷങ്ങളായി ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു ഡാർക്കായിട്ടുള്ള സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ, ഒരു പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ യൂണിഫോം ഇട്ട് നടക്കുന്നതല്ല. അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാരണം അയാൾ ഇന്ന രൂപത്തിൽ അകാല വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനായിട്ട് നടപ്പിലും രൂപത്തിലൊക്കെ അത് വേണം. ഞാൻ പറഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പം അപ്പോഴാണ് മണിരത്നത്തിൻ്റെ പടം കഴിഞ്ഞ് ഒരുവിധം വയറൊക്കെ കുറച്ച് തെലുങ്കിന് വേണ്ടി വൃത്തിയായത്. അപ്പോഴാണ് മിഥുൻ വന്നിട്ട് പറഞ്ഞു, വയറ് നടപ്പ് ഒക്കെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. ശരി, അപ്പം എനിക്കൊരു 6 മാസം സമയം തന്നാൽ ഞാൻ ഈ തെലുങ്ക് പടങ്ങളും മറ്റേതൊക്കെ ഒന്ന് തീർത്തിട്ട് വന്ന് തിരിച്ചും വയറൊക്കെ വെപ്പിച്ച് ചെയ്യാം. അപ്പം ഇതിൽ തന്നെ വേറൊരു ഗെറ്റപ്പ് വേണം, ഇയാളുടെ ആദ്യത്തെ 3-4 വർഷം. അപ്പം ഞാൻ പറഞ്ഞു, അതിനൊരു 15 ദിവസം എക്സ്ട്രാ ഷൂട്ടിംഗ് നിന്ന് നിർത്തിയിട്ട് തന്നാൽ ഞാൻ പോയിട്ടൊന്ന് മെലിഞ്ഞിട്ട് വരാം. അപ്പം ഇതെല്ലാം സമ്മതിച്ച് എനിക്ക്. പിന്നെ മിഥുൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഓരോ കാര്യങ്ങളും ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞാൽ കഴിവതും ഞാൻ കാരവനിലൊന്നും പോയിരിക്കാറില്ല, മിഥുൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഈ മനുഷ്യൻ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി പഠിക്കാം. ഒരു കാരവാനിൽ ഇരിപ്പ് അല്ലെങ്കിലും ജയറാമേട്ടന് കുറവാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെന്താണ് അങ്ങനെ? ഇപ്പൊ കാരവാൻ ഒരു വേണമല്ലോ നമുക്ക്. അല്ല, കാരവൻ വേണം. കാരവനൊക്കെ ആ സൗകര്യം മസ്റ്റാണ്. കാരണം നമ്മളുടേതായിട്ടുള്ളൊരു പ്രൈവസിയും എല്ലാം. പക്ഷെ അല്ലാതെ നമുക്കൊരു കാരവൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു 4-5 സുഹൃത്തുക്കളെ കിട്ടുക, അവരുമായിട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കുക, ഇതൊന്നുമില്ലാതെ ഇതിനകത്ത് അടച്ചിരുന്ന് ശ്വാസം മുട്ടിയിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിരിക്കും. അപ്പോൾ ഒരു തമാശ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ശബ്ദം പുറകെ നിന്ന് വരും, വേണ്ട തമാശ വേണ്ട, ഹോസ്റ്റലർ വിട്ടുപോരുത്, അങ്ങനെ തന്നെ ഇരുന്നോളൂ. ശരി, അങ്ങനെ തന്നെ ഇരുന്നോളാം. അങ്ങനെ തന്നെ പിടിച്ചിരുത്തും. ഞാനിവിടെ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കാരവാൻ ഇതെല്ലാം പറഞ്ഞല്ലോ, നമുക്ക് 2023 നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച വർഷമാണ് അല്ലേ? ഏറ്റവും അടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതൊക്കെ ജയറാമേട്ടന് ഭയങ്കരമായിട്ട് അലട്ടിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടേക്കുന്നു ജയറാമേട്ട പല സ്ഥലങ്ങളിൽ കണ്ട്. അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഒരു അല്ലേ? പിന്നെ നഷ്ടങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കൂടെ ഞങ്ങൾ സ്റ്റേജിൽ ഒരുമിച്ച് കിടന്നില്ലേ, സിദ്ദീഖിൻ്റെ ഒക്കെ ഒരു വിയോഗമൊക്കെ ഭയങ്കര തന്നെയാണ്. അതൊക്കെയാണ് നമുക്കുള്ള ഒരു നഷ്ടങ്ങൾ. ജയറാമേട്ടന് ഇനിയൊരു ചേഞ്ച് മലയാളത്തിൽ ഇനി ഞങ്ങൾക്ക് വേണം എന്നാണ് ഇപ്പൊ പ്രേക്ഷകർ. ഇനി വേണം ജയറാമേട്ടൻ, ഇവിടെ വേണം. ജയറാമേട്ടൻ അന്യഭാഷയിലൊക്കെ പോയി അഭിനയിച്ചു, ഒരു പ്രശ്നമില്ല ആർക്കും. പക്ഷെ ഇവിടെ വേണം, അങ്ങനെ സബ്ജക്റ്റുകൾ വന്നു തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മിഥുൻ മാനുവൽ ആ ഫസ്റ്റ് ഡേ എൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് സെക്കൻഡ് ഡേ തൊട്ട് കറക്റ്റ് ട്രാക്കിൽ ഹോസ്റ്റലർ വന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചോ ആ ഹോസ്റ്റലർ 100% കിട്ടിക്കഴിഞ്ഞു. ഈ സിനിമ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഹോസ്റ്റലറിനെ ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ,
ജയറാമനെ വെച്ചിട്ട് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ 3 കഥയുണ്ടെന്ന് പറഞ്ഞു. 3 എണ്ണം. അതിൽ ഒരെണ്ണം പറഞ്ഞു ഒന്ന് ഞെട്ടിക്കുന്ന കഥകളാണ്. അപ്പൊ വിജയിച്ചല്ലോ, ഇനി എന്നെ വെച്ച് ആലോചിക്കുമല്ലോ. 3 എണ്ണം. ദിലീഷ് പോത്തൻ ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എന്നെ കുറെ നേരം നോക്കി എന്നിട്ട് ദിലീഷ് പറഞ്ഞു, ഈ പടം ഒന്ന് ഓടിക്കോട്ടെ, ഒരു ഉഗ്രം കഥ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അടുത്ത ബുക്കിംഗ് ആയോ? അപ്പൊ എങ്ങനെ 4 പേര് വിചാരിച്ചാ പോലെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ജയറാമേട്ടൻ പ്രൊഡക്ഷനിലേക്ക് വരുന്നേ ഇല്ല, എന്താണ്? ഞാനൊരു നല്ല ബിസിനസ്മാനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ബിസിനസ്മാൻ ആയിരിക്കണം. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട്. ചുമ്മാ സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിപ്പോ ഒരു ജോലിയുണ്ട്, അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക. അതല്ലാതെ എനിക്ക് മറ്റ് ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ കഷ്ടമാണ്. അപ്പ പല സിനിമകളിലും പൂർണ്ണമായിട്ട് കാണാറില്ല എന്ന് പറഞ്ഞു എന്നോട്. കാളിദാസിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ അത് എന്നോട് പേരെടുത്ത് പറഞ്ഞ 2 സിനിമ എനിക്ക് പെട്ടെന്ന് മറന്നു. ചുരുക്കം ചെയ്താണെങ്കിൽ ഞാൻ കണ്ണന്റെ എന്റെ വീട് അപ്പുവിന്റെ ഇതുവരെ മുഴുവൻ കണ്ടു. അതാണ് കണ്ണൻ പറഞ്ഞത്. അത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് കണ്ണനോട് പറയണം. അത് ഭയങ്കര ഹോണ്ട് ചെയ്യുന്ന സിനിമയാണ്. സിബിയുടെ പല സിനിമകളും ഞാൻ സിബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സിബി സാറിന്റെ ഇത് നമ്മുടെ മാധവിയൊക്കെ അഭിനയിച്ച മുരളിയുടെ പേര് പെട്ടെന്ന് ഞാൻ മറന്നു പോകുന്നില്ല. അതെ, ആ സിനിമ അത് പകുതിക്ക് മുകളിൽ ഞാൻ കാണില്ല. അത് തിയേറ്ററിൽ കർച്ചീഫ് കൊടുത്തിട്ടുണ്ട്. കയറിപ്പോകുന്ന സ്ത്രീകൾക്ക് കണ്ണു തുടയ്ക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ പിഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ അതേപോലെ ഇത് എൻ്റെ മോൻ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, ആ സിനിമ വല്ലാത്ത ഹോണ്ടിങ് ആണ്. അവസാനമൊക്കെ വന്നിട്ട് ഞാനല്ല അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവൻ കോടതിയിൽ കരഞ്ഞിട്ട് അവൻ ആ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അപ്പം സ്ഥലം വിട്ടു. ഞാൻ നോക്കിയപ്പോൾ അടുത്ത സീറ്റ് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയും കാണാനില്ല. അപ്പൊ അത് കുറെ മുമ്പേ സ്ഥലം വിട്ടു കൊടുത്ത് അതിന് മുമ്പേ പോയി അല്ലെ. അപ്പോ എല്ലാ കാര്യങ്ങളും കണ്ണൻ എല്ലാ കാര്യങ്ങളും ജയറാമേട്ടനോട് ചോദിക്കാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഇന്റർവ്യൂ കണ്ണൻ പറയാം എല്ലാം ഞാൻ അപ്പാടെ അടുത്ത് ചോദിക്കും. അപ്പാടെ അടുത്ത് ചോദിച്ചാൽ ചെയ്യാറുള്ളൂ. സിനിമയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ പക്ഷെ വീട്ടിൽ പോയിക്കാൻ ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് എല്ലാം. സിനിമയിൽ അഭിനയിക്കാൻ പോവാണെങ്കിൽ ഞാൻ അപ്പാടെ അടുത്ത് പറഞ്ഞത് ഇന്ന ഇതാണെന്ന് പറയും. അത് എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ? അല്ല, കണ്ണൻ്റെതായിട്ടുള്ള തന്നെ കേട്ടോ ചോയ്സ്. കണ്ണൻ അത് എൻ്റെ അടുത്തുമായിട്ട് ഷെയർ ചെയ്യുന്ന ചുമ്മാ പറഞ്ഞായിരിക്കും. കണ്ണൻ്റെതായിട്ടുള്ള സെലക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും കുറെ വീഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ സൈക്കിൾ വിട്ട് പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരുപാട് വീഴ്ചകൾ കഴിഞ്ഞൊരു നല്ല ഇത് കിട്ടുന്ന പോലെ ആണ് ഇപ്പൊ കണ്ണന്റെ ഒരു നല്ല ടേക്ക് ഓഫ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതെ അതെ. ഇപ്പൊ 2024 തന്നെ തമിഴില് മേജറായിട്ടുള്ള 5-6 വലിയ പ്രൊഡക്ഷൻ്റെ വലിയ പടങ്ങൾ കണ്ണനെ തേടി വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് ഒരു ടേക്ക് ഓഫ് ആണ് ഈ വർഷം ചെയ്യുന്ന സിനിമകളൊക്കെ. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ പുതിയ പ്രോജക്റ്റുകളൊക്കെ കിടക്കുന്ന സന്തോഷത്തിലാണ്. കറക്റ്റായിട്ടുള്ള ഇതിൽ വന്നതിൻ്റെയൊക്കെ ഇതാണ്. അത് അവന് 2024 ഒരു നല്ല ഇതായിട്ട് കൊടുക്കുന്നതാണ്. എന്താണ് മോളെ സിനിമയിലേക്ക്? മോളെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരേ ഒരു ആഡിൽ ഒറ്റ പരസ്യത്തിൽ ചെയ്തു. അത് ഞങ്ങൾ രണ്ടുപേരും വലിയ ഹിറ്റായ പരസ്യമാണ്. അതെ. വേറെ അവൾക്ക് അതിന് താല്പര്യമില്ല. അവള് ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോ ഹസ്ബൻഡ് കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളി ലണ്ടനിലാണ്, മാഞ്ചസ്റ്ററിലാണ്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ 2 പേരും ലണ്ടനിലേക്ക് പോകും, അല്ലെങ്കിൽ 2 പേരും ദുബായിലേക്ക് വരും. അല്ല, ജയറാമേട്ടനോട് ഭയങ്കര വിഷമമായിരിക്കും. ദുബായ് നമുക്ക് തൊട്ടടുത്തല്ലേ. ലണ്ടനിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ലണ്ടനിലേക്ക് പോയി ഇത്തിരി ദൂരം എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ്. അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഞാൻ കണ്ണൻ്റെ അടുത്ത് ചോദിച്ചു തരാണ്, അമ്മ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല ചോദിച്ചു തരണം. അത് അപ്പാടെ അടുത്ത് ചോദിക്കണം എന്നോട് പറഞ്ഞു. അത് സ്വന്തം അശ്വതി എന്നെ എടുത്ത തീരുമാനമാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ അശ്വതി എടുത്ത തീരുമാനം. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞും പലപ്പോഴായിട്ട് പല ആഡ് ഫിലിംസിന് നിങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് അഭിനയിക്കുമോ, ആഡ് അഭിനയിക്കാനൊക്കെ പലരും എത്ര വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ വിളിക്കുമ്പോൾ പറയും, സ്വന്തം അങ്ങോട്ട് പോയി ചെയ്താൽ മതി, ഞാനില്ല എന്ന് പറഞ്ഞേക്കും. നമ്മളില്ല പോയി വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. അതെ, വൺസ് എനിക്കത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ വേണ്ട, സ്വയം വേണ്ട. പക്ഷെ ജയറാമേട്ടൻ ഒന്ന് പറയാമല്ലോ, ഒരു സിനിമയിൽ അഭിനയിക്കുക. ഞങ്ങള് മലയാളികൾ എന്തോരം സിനിമകൾ കണ്ടാണ്. ഇങ്ങനെ വരട്ടെ, സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ഇതിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഒന്നിനൊന്നിനും മികച്ച കഥാപാത്രങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ജഗദീഷ് ചേട്ടന്റെ കഥാപാത്രം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ആ 4-5 കുട്ടികൾ, ആ കുട്ടികൾ ഭയങ്കരം തന്നെയാണ്. അവരെ ഓരോരുത്തരും പ്രോമിസിങ് ആട്ടോ. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ പ്രോമിസിങ് ആക്ടേഴ്സാണ്. മമ്മൂക്കാടെ ചെയ്ത, ജഗദീഷിന്റെ ചെയ്ത ആള് ബാല്യകാലം ചെയ്ത്, പിന്നെ നമ്മുടെ കുമരകൻ രഘുനാഥിന്റെ ബാല്യകാലം ചെയ്ത്, തമിഴ് ക്യാരക്ടർ ചെയ്തില്ലേ, ഡ്രഗ് അഡിക്റ്റ് ആയിട്ട്. പുള്ളിയൊക്കെ എന്തല്ലേ, വേറെ ലെവലാണ്. പിന്നെ അനശ്വരാജൻ പറയേണ്ട, അസലായിട്ട് അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്കൊരു ഉപരി എൻ്റെ കൂടെയുള്ള സെന്തില്, ആര്യ,
ജഗദീഷ് ഞെട്ടിച്ചു കളഞ്ഞില്ലേ അല്ലേ? ജഗദീഷ് ഭയങ്കര ജഗദീഷ് ഇപ്പൊ ജഗദീഷേട്ടൻ ചെയ്തു വെച്ച ക്യാരക്ടർ ഇടയ്ക്ക് ജഗദീഷിന് എല്ലാ ക്യാരക്ടറും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അടുത്ത കാലത്ത് ഭയങ്കര മാറ്റം വന്ന രണ്ടുപേരാണ് ഇന്ദ്രൻസും ജഗദീഷും. അതെ, അല്ലെ? അതെ. എങ്ങനെ ട്രാൻസിഷൻ കറക്റ്റ് കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. ആ തമാശ ക്യാരക്ടറിൽ നിന്ന് മാറി 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 ഒരു ജഗദീഷിന്റെ ഒക്കെ എന്ത് മാറ്റമാണ്. ആ കാക്കത്തൂരി എന്ന് പറയുന്നൊക്കെ ആദ്യം നിന്നൊക്കെ മാറി 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 വന്ന് വേറെ ലെവലിലേക്ക് ചെയ്തില്ലേ. ഇന്ദ്രൻസും അതുപോലെയാണ്, ഭയങ്കര വേറെ ലെവലിലേക്ക് വന്ന രണ്ട് ആക്ടേഴ്സാണ്. ഈ സെന്തിലിനെ കുറിച്ച് പറയുമ്പോൾ സെന്തിലും ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു സിനിമയിൽ കയറി അഭിനയിച്ച് പിന്നീട് അദ്ദേഹത്തിനുള്ള റൂട്ട് വേറെ നിലയിലേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. വേറെ നിലയിലേക്ക് ഇതിൽ പ്രത്യേകിച്ച് ഭയങ്കര അപ്രീസിയേഷൻ അല്ലേ സെന്തിൽ കിട്ടി. ത്രൂ ഔട്ടിലെ ക്യാരക്ടർ ഇതിനകത്ത് എല്ലാം തന്നെ തേനി ഈശ്വറിന്റെ ക്യാമറ, മ്യൂസിക്. അയ്യോ മ്യൂസിക് നമ്മൾ എടുത്തു പറയണമല്ലോ, നമ്മൾ പിടിച്ചിരുത്തുന്ന മ്യൂസിക് അല്ലേ. മിഥുൻ മുകുന്ദൻ തകർത്ത് കളഞ്ഞു അങ്ങോട്ട്. ഏത് ലെവലിലേക്കാണ് കൊണ്ട്. റോഷാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മിഥുൻ പറഞ്ഞു പുള്ളി തന്നെയാണ് നമ്മുടെ പടം ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ അപ്പോഴേ പകുതി കോൺഫിഡൻസ് ആയി കഴിഞ്ഞു. അങ്ങോട്ട് കയറ്റി തന്നില്ലേ, നമ്മളത് പോയാൽ മതി. പിന്നെ മിഥുൻ എല്ലാം അങ്ങോട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടത്. അത് കിട്ടുന്നത് വരെ അയാളെ കൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യിച്ചോണ്ടിരിക്കും, വിടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും 2024 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും. ഒരു സംശയമില്ല, ആ ഒരു ഭാഗ്യം, ആ ഭാഗ്യം ഇനിയും ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനിയും വേണം. ഇപ്പൊ പറഞ്ഞ 4 പ്രൊജക്ട് ഇപ്പൊ ഓക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഇഷ്ടമായി. വിജയുടെ പടത്തിൽ നിന്നാണ് തമിഴിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയുടെ പടമെന്ന്. പിന്നെ സെൽവരാഘവൻ എന്ന് പറയുന്ന ധനുഷിന്റെ ബ്രദർ, അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത 7G റെയിൻബോ കോളനി എന്ന് പറഞ്ഞ ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാന കഥാപാത്രം ചെയ്യുന്നു. പിന്നെ തെലുങ്കില് ശങ്കർ രാംചരണ വെച്ച് ചെയ്യുന്ന പടം, വലിയ പ്രോജക്ട്. ഒരു സിനിമയുടെ കേരളത്തിൽ റിലീസാണ്. അത് കഴിഞ്ഞു ഗുണ്ടൂർക്കാരൻ ഇന്നലെ റിലീസ് ചെയ്തു. 2 സിനിമ ഇവിടെ, 2 ഭാഷയിൽ ഇവിടെ സിനിമ ഉണ്ട്. ഈ പ്രസ് മീറ്റിൽ പറഞ്ഞ വിജയ് പറഞ്ഞ ഒരു കാര്യം, മമ്മൂക്ക ഉണ്ടോ എന്ന് ചോദിച്ച ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, പുള്ളിക്ക് അറിയില്ലായിരുന്നു എന്റെ സിനിമ എന്ന് പറഞ്ഞപ്പോ. ഇതൊക്കെ കണ്ടിരുന്നു, ഞാനിത് ആരോടും പറഞ്ഞിരുന്നില്ല മമ്മൂക്ക ഉള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റിലീസിന്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ചോദിച്ചു പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിലീസ് ആയിട്ടുള്ളൂ എന്നത്. അപ്പോഴാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഇതിനകത്തൊരു ഭയങ്കര ഇതുണ്ട്, മമ്മൂക്ക ഉണ്ട് പടത്തില്. പുള്ളി ചോദിച്ചു റിയലി മമ്മൂക്ക ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്നതാണ് ക്യാരക്ടർ, ഇന്നതാണ്. അയ്യോ എന്താ എനിക്കിത് കാണണമല്ലോ. മൂപ്പര് ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോ വിജയ് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ട കാതലിനെ കുറിച്ചും ഓരോ പുള്ളി വെറൈറ്റി ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ. അപ്പോ എനിക്ക് പടം പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാള സിനിമ, തെലുങ്ക് സിനിമയിലൊക്കെ നമുക്ക് ഡേറ്റുകൾ കൂടുതലാണ് വരുന്നത്. അതും ജയറാമേട്ടൻ ഇവിടെ അഭിനയിക്കുമ്പോൾ അത് ഡേറ്റ് കൂടുതലാണ്. തെലുങ്ക്, തമിഴൊക്കെ ഡേറ്റുകൾ കൂടുതൽ വേണല്ലോ നമുക്ക്. ഇപ്പൊ ജയറാമേട്ടൻ സൈഡ് സീനാണെങ്കിലും പക്ഷേ അത് കുറെ സമയമെടുത്തല്ലേ ചെയ്യുന്നത്. എല്ലാ മാസവും 5 ദിവസം ഇന്ന പടത്തിന്. അങ്ങനെയാണ്. അപ്പൊ കൃത്യമായിട്ട് അറിയാം 25-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ആ പടത്തിന് പിന്നെയും പോകണം, ഇതിനും ഇങ്ങനെ പോകണം, അതിനങ്ങനെ പോകണം. കൃത്യമായിട്ട്. എനിക്ക് പിന്നെ വേറെ മാനേജർ ഒന്നുമില്ല, ഞാൻ തന്നെ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഞാൻ തന്നെ. സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവും അല്ല. സോഷ്യൽ മീഡിയ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ആരാണ് മാനേജ് ചെയ്യണം? കണ്ണൻ. അപ്പൊ കണ്ണനാ മൊത്തം ഭാരം. കണ്ണനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ? എല്ലാം അപ്ഡേറ്റ് ആണ്, ജയറാമേട്ടൻ അപ്ഡേഷൻ ആണ് എന്ന കാര്യത്തിൽ പക്ഷേ ഇല്ല. ജയറാമേട്ടന് എപ്പോഴും ഇഷ്ടം എനിക്ക് 1000 കൂടുന്ന 10,000 കൂടുന്ന അവിടേക്ക് ഇറങ്ങാനാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നത്. അടച്ചിരിക്കാൻ ജയറാമേട്ടൻ. അയ്യോ, എനിക്ക് പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ അത് എന്താ എത്ര ഇതിൽ തുടങ്ങിയതാണ്. എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ തൊട്ട് മിമിക്രിയുമായിട്ട് നടക്കുന്നതല്ലേ, അന്നുമായിട്ട് അമ്പലപ്പറമ്പുമായിട്ട് അന്നുള്ള ബന്ധമല്ലേ. അതിനുശേഷം കലാഭവനിൽ വന്ന ശേഷവും എത്ര ആയിരക്കണക്കിന് വേദികളിൽ പോകുന്ന എല്ലാം പബ്ലിക്കുമായിട്ടല്ലേ. അതിനുശേഷം ഈ ചെണ്ടകൊട്ടാൻ പോയാലും ഈ ഉത്സവ പറമ്പുകളിൽ നിൽക്കുന്ന ഈ 1000-10,000 കണക്കിന് ആൾക്കാർ കൈ പൊക്കി ആരവം കാണുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടി കൊട്ടി പെരുകി കയറാൻ തോന്നുന്നത്. അപ്പൊ അതിങ്ങനെ മാറി മാറി ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല.